ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ രാത്രി വളരെ വൈകിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. IPL മാച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടിരിക്കണത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കാണുക, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു തേങ്ങ മനസ്സിലാവില്ല നിങ്ങൾക്ക്. പിന്നെ IPL ഞാൻ ഏതാ ടീം എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നത് കണ്ടു. ഞാൻ CSK ആണ്, അന്നും എന്നും CSK. പിന്നെ കുറേ പേര് കമൻറ്റിൽ RCB MI എന്നൊക്കെ പറഞ്ഞു കണ്ടു. അത് മാത്രമേ ഉള്ളൂ, വേറെ ടീമുകളൊന്നുമില്ലേ? നിങ്ങളൊക്കെ ഏതൊക്കെ ടീമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ഞങ്ങൾക്കൊരു ചലഞ്ച് തരട്ടെ. ബുധനാഴ്ച ആകുമ്പോഴത്തേന് ലൈവ് വേണ്ട, വ്യാഴാഴ്ച രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേന് നമ്മളെ ചാനലിൽ ഒരു 2.5K സബ് ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഏകദേശം 2.2ൻ്റെ അടുത്തെത്താനായിരിക്കണു. അപ്പോൾ അത് 2.5K ആവുകയാണെങ്കിൽ, പിന്നെ അത് മാത്രം പോരാ, ഇന്ന് മുതൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് മൊത്തം 4Kൻ്റെ മേലേക്ക് വ്യൂസും പോവുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തായാലും 4 ചാപ്റ്റർ വരുന്ന 3 വീഡിയോ ഞാനിടാം. അതായത് 3 ദിവസം കൊണ്ട് 12 ചാപ്റ്റർ. എങ്ങനെ, ഓക്കെ അല്ലേ? ട്രൈ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യോണിനെ അറ്റാക്ക് ചെയ്യേണ്ട തൊട്ട് മുന്നത്തൊരു സീനാണ് കാണിക്കുന്നത്. നാനോ സ്ട്രാറ്റജിസ്റ്റ് ജഗാലിനെ കണ്ട കുടിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എന്താണ് അവർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? നാനോ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അനലൈസ് ചെയ്തതിനു ശേഷം കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് ഹിപ്നോസിസ് ചെയ്തിരിക്കുകയാണെന്ന്. ഹിപ്നോസിസോ? അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ യൂസറിൻ്റെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോഴത്തേനാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. പക്ഷേ യോണാണെങ്കിൽ അത് നിസ്സാരമായിട്ട് തടുത്തു. ഓ, അപ്പോൾ അവൾ ആരോ കൺട്രോൾ ചെയ്ത് കാണില്ലേ? യോണിൻ്റെ അറ്റാക്കിലാണെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് കുറച്ച് ബേക്ക് കണ്ട് തെറിച്ചു പോയിരുന്നു. അവിടുന്ന് പിന്നെയും ദേഷ്യത്തിലിങ്ങനെ വരാൻ തുടങ്ങി. അവളെ ഹിപ്നോസിസ് നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഹിപ്നോട്ടിസ്റ്റ് ഹിപ്നോസ് ചെയ്യുന്ന ടാർഗറ്റിനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഹിപ്നോസിസ് ആയ ടാർഗറ്റിൻ്റെ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു ഷോക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ടാർഗറ്റ് റിലീസാവും. ശരി, അങ്ങനെയെങ്കിൽ അത് ചെയ്യാം. യോണ് നേരെ ആ സ്ട്രാറ്റജിസ്റ്റിൻ്റെ തലയിലുണ്ട് കൈവച്ചു. നിർത്തൂ മൈനർ പ്രീസ്റ്റ്. സ്ട്രാറ്റജിസ്റ്റ് ജഗാലാണ് ഈ അറ്റാക്ക് എന്നെ ലോഞ്ച് ചെയ്ത്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ മൈനർ പ്രീസ്റ്റിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യും? പക്ഷെ അപ്പോഴും പുറത്തുള്ള ആൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. നാനോ അവളെ ഷോക്ക് അടിപ്പിക്കുക. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നാനോ സ്ട്രാറ്റജിസ്റ്റ് ജഗാലിനെ ഷോക്ക് അടിപ്പിച്ചു. മൈനർ പ്രീസ്റ്റ്, എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം? ഓ, അവൻ തന്നെ മുന്നിട്ടിറങ്ങി കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാക്കി. കണ്ടിട്ട് എനിക്കിനി ഇതിലൊന്നും ചെയ്യാനില്ലെന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ അപ്പോഴാണ് സ്ട്രാറ്റജിസ്റ്റിന് ബോധം ഇങ്ങനെ വരുന്നത്. സ്ട്രാറ്റജിസ്റ്റ് ജഗാൽ, എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ച്? ഞാൻ കൂടുതലായിട്ട് കുടിച്ചോ? വെയിറ്റ്, എന്ത്? ആ ഹിപ്നോസിസിന് അവൻ ഇല്ലാതാക്കിയോ? അതിങ്ങനെ? നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നേരെ സെക്കൻഡ് പ്ലാനിലോട്ട് പോ. യെസ് സാർ. നോക്കുമ്പോൾ ആ പുറത്തുള്ള ആളാണെങ്കിൽ പിന്നെയും ആ മഗ്ഗിൽ ആ സോസർ കൊണ്ടൊന്ന് ഇടിച്ചു. അതോടെ അടുത്ത ആൾ ഹിപ്നോസിസായി. മൈനർ പ്രീസ്റ്റ്, അവിടെ ഉണ്ടായിരുന്നൊരു അഡപ്റ്റ് നേരെ യോണിൻ്റെ അടുത്തേക്ക് ചാടി വീഴാൻ തുടങ്ങി. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ സ്ട്രാറ്റജിസ്റ്റ് ജഗാലിനെ തന്നെ അറ്റാക്ക് ചെയ്യും? എൻ്റെ ഈ 2 കൈകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലുടാ. നോക്കുമ്പോൾ പെട്ടെന്ന് എൽഡർ ഹാന് ബേക്കിൽ നിന്ന് വന്നിട്ട് അവൻ്റെ കൈയ്യണ്ട് പിടിച്ചു. ഈ യങ് മാനെ ശരിക്കും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. വിട്, എന്നെ വിടാൻ. അയാൾ അലറാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കുമ്പോൾ എൽഡർ യോണ് അവൻ്റെ തലക്കണ്ടടിച്ചു. അവന് ഒരു മിനിറ്റ് മുമ്പ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് വയലൻ്റായി മാറിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഹിപ്നോട്ടിസ്റ്റ് നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നാണ്. അവനെന്തായാലും ഒറ്റക്കാവില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനോ എവിടുന്നെങ്കിലും ഡിസ്റ്റൻറ്റ് വിസ്പറിങ് കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കോപ്പ്, എനിക്കവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കണം. നമുക്ക് വേറെ വഴിയില്ല സാർ. എങ്കിൽ 3rd പ്ലാനിലോട്ട് പോവാം. നിന്നെ കണ്ടുപിടിച്ചടാ. നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു യോണ് ആ ഡിസ്റ്റൻറ്റ് വിസ്പറിങ് നടത്തിയവൻ്റെ കഴുത്ത് തന്നെ കീറി പിടിച്ചു. നീ എന്താ ഈ ചെയ്യുന്നത്? നീ എന്താടാ വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനെക്കുറിച്ചായി സംസാരിക്കുന്നത്? നീ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കണ്ട. എന്താടാ നിൻ്റെ ഒക്കെ 3rd പ്ലാൻ? അത് കേട്ടപ്പോൾ മറ്റവനാണെങ്കിൽ ഒന്ന് ശരിക്കും ഞെട്ടി.
പെട്ടെന്നായിരുന്നു അവിടേക്കൊരു അഡപ്റ്റ് വന്ന്. മതി, നിർത്ത് മൈനർ പ്രീസ്റ്റ്. ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ ആക്ട് ചെയ്തൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊന്നും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ബോഡി ഗാർഡിനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്കൊരു കാരണമല്ല. സ്ട്രാറ്റജിസ്റ്റ് ജഗാൽ, ഇയാൾ നിങ്ങളുടെ ബോഡി ഗാർഡാണോ? ഓഫ് കോഴ്സ്. അപ്പോഴാണ് സ്ട്രാറ്റജിസ്റ്റ് ജഗാൽ അയാളെ നോക്കുന്നത്. അതാരാ? അത് കേട്ടപ്പോഴത്തേന് അവിടെ ഉണ്ടായിരുന്ന എൽഡർമാരും അഡപ്റ്റുമാരൊക്കെ ആകും ഞെട്ടി. യങ്ങർ ബ്രദർ, നമുക്ക് വേറെ ചോയ്സ് ഇല്ല. നമുക്ക് എന്തായാലും തേർഡ് പ്ലാനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോഴേക്കും അവരൊക്കെ ഷോർട്ട് ഡീമൻ്റെ റെമനൻസൊക്കെ സെർച്ച് ചെയ്യട്ടെ. കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടാവട്ടെ. അപ്പം ഞാൻ വന്ന് നിങ്ങളെ സഹായിക്കാം. എന്ത്? ഷോർട്ട് ഡീമൻ്റെ റെമനൻസോ? നോക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും മറ്റേ ആൾ ക്ലാപ്പ് ചെയ്തു. അതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും അഫക്റ്റ് ചെയ്തു. ഡിമോണിക് കൾട്ടത്തെ ആൾക്കാരും റൈറ്റസ് ഫാക്ഷനത്തെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ പെട്ടെന്ന് തന്നെ ഹിപ്നോട്ടൈസ്ഡ് ആയത്? ആ ക്ലാപ്പാണോ ഇവരൊക്കെ ഹിപ്നോട്ടൈസ് ആവാനുള്ള കാരണം? അതോ അവരൊക്കെ നേരത്തെ തന്നെ ഹിപ്നോട്ടൈസ്ഡ് ആയിരുന്നോ? പക്ഷേ ഒറ്റ ക്ലാപ്പിൽ തന്നെ ഇത്രയും പേരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് എങ്ങനെ പോസിബിൾ ആവണ്? ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. ഈ ഡിമോണിക് കൾട്ടത്തെ ദുഷ്ടന്മാരാണ് ആദ്യം വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. നമ്മളിങ്ങനെ കയ്യും കെട്ടിയിരുന്ന് തോറ്റു കൊടുക്കാൻ പാടില്ല. ഈ അലയൻസൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള അവരുടെ ഒരു നമ്പർ മാത്രമായിരുന്നു. നമുക്കെന്തായാലും തിരിച്ചടിക്കണം. അപ്പോഴത്തേനാണെങ്കിൽ എൽഡേഴ്സും അഡപ്റ്റ്സൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ യോണ് പോയിട്ട് അവരുടെ നടുവിലാണ് നിന്നു. എല്ലാവരും നിർത്ത്. അവരെല്ലാവരും ഹിപ്നോട്ടൈസ് ആയി കാണാൻ. ഹിപ്നോട്ടൈസ്ഡോ? നിങ്ങളെന്താ ഈ പറയുന്നത്? സ്ട്രാറ്റജിസ്റ്റ് ജഗാലിൻ്റെ പെരുമാറ്റത്തിലൊക്കെ നേരത്തെ തന്നെ എനിക്കൊരു സ്ട്രേഞ്ച് ഫീല് തോന്നിയിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ കൾട്ടിൻ്റെയും മൊരീം അലയൻസിൻ്റെയും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ട്രാപ്പ് മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയൂ മൈനർ പ്രീസ്റ്റ്. ഹിപ്നോട്ടൈസ്ഡ് ആവാത്ത ഗസ്റ്റും എൽഡേഴ്സും നമുക്കവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ് ആയവരുടെ കാര്യമോ? അത് ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് യോൺ അവിടുന്ന് പെട്ടെന്ന് തന്നെ ചാടിപ്പോയി. മോയോങ് ഹൗസും മൗണ്ട് ഹുവ സെക്ട് എൽഡേഴ്സും എന്നെ ഫോളോ ചെയ്യേ. നോക്കുമ്പോൾ അവരും അവിടുന്ന് പെട്ടെന്ന് തന്നെ ചാടിപ്പോയി. പാട്രിയാർക്ക് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ പാട്രിയാർക്ക് ആകെ ദേഷ്യം വന്ന് നിൽക്കുക. അവർക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടെറിട്ടറി വന്ന് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോണ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ അങ്ങനെ നിൽക്കണ്ട. താഴെയാണെങ്കിൽ അവരെല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവരോരോരുത്തരെയും വേർതിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. ഹിപ്നോട്ടൈസ്ഡ് ആയ ആൾക്കാരെയൊക്കെ ഒന്ന് വേറെ കാണിച്ചുക. ടാർഗറ്റിംഗ് ഹിപ്നോട്ടൈസ്ഡ് ഇൻഡിവിജ്വൽസ്. ഞാൻ എൻ്റെ കൈ നീട്ടിയ പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് ഷോക്ക് വേവ് സെൻഡ് ചെയ്യണം. ഓക്കെ. യോണാണെങ്കിൽ അതിൽക്കൂടെ പറന്ന് നടന്ന് ഓരോരുത്തരെ തലമങ്ങനെ പോയി തൊട്ട് അവർക്കൊക്കെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. ഇദ്ദേഹമാണോ ഈ കൾട്ടിൻ്റെ മൈനർ പ്രീസ്റ്റ്? പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അവർക്കൊക്കെ ബോധം വരുന്നതാണ്. ഞാൻ എന്താ ഈ ചെയ്തുകൊണ്ടിരുന്നത്? കോപ്പ് ഏതവനാണവൻ? അവൻ തൊടുന്ന എല്ലാവരും ഹിപ്നോസിസിൽ നിന്ന് ഫ്രീ ആവുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡിമോണിക് കൾട്ടത്തെയും മുരീംത്തെയും ഹയർ ഒഫീഷ്യൽസ് ഇതിൽ ഇൻവോൾവ് ആവും. നോക്കുമ്പോൾ പെട്ടെന്ന് വന്ന് യോൺ അവൻ്റെ കഴുത്തിനോട് കയറി പിടിച്ചു. എന്നിട്ട് ഒന്നും നോക്കില്ല, നേരെ താഴെ കണ്ട് കടത്തിയവൻ. എടാ നീ എന്താടാ വിചാരിച്ച് ഞങ്ങളുടെ ടെറിട്ടറി വന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നിനക്കങ്ങ് ഈസിയായി പോവാന്നോ? അവൻ ശരിക്കും ക്രൂവലും റൂത്ത്ലെസ്സുമാണ്. അവൻ ശരിക്കും ഡിമോണിക് കൾട്ടിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഇനി പറ, നീ ആരാണ്? പ്ലാൻ സക്സസ് ആയാലും ഇല്ലെങ്കിലും ഇത് ചെയ്യാൻ ഞാൻ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതാ. നോക്കുമ്പോൾ അവനാണെങ്കിൽ വായടക്കാൻ പറ്റുന്നില്ല. അവനാകെ അലറാൻ തുടങ്ങി. നിന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ മരിക്കാൻ നോക്കുമല്ലേ? യോൺ അവൻ്റെ വായന്ന് ആ പോയ്സൺ ബാഗ് നിറച്ച ആ പല്ലണ്ട് പുറത്തേക്ക് എടുത്തു. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ആദ്യം നീയും നിൻ്റെ കൂട്ടരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുത്താനെ കുറിച്ചില്ലേ, അവനെ പോയി ഞാനൊന്ന് കാണട്ടെ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിയിലത്തെ മാനുവൽ ലൈബ്രറിയാണ്. അവിടെയാണെങ്കിൽ എല്ലാ ഗാർഡ്സും നിലത്ത് വീണ് കിടക്കുകയാണ് പരിക്കേറ്റിട്ട്. അതിൽ അണ്ടർഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മളെ കാണിക്കുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ അയൺ വാള് അവർ ഫോഴ്സ്ഫുള്ളി ക്രാക്ക് ചെയ്തതാണോ? ഇങ്ങനെയും റെക്ലെസ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ ആരാ ചെയ്യുക? അറ്റ്ലീസ്റ്റ് സഫയർ സ്റ്റോൺ കൊണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം അത് ആക്ടിവേറ്റ് ചെയ്തു.
എനിക്ക് ഉറപ്പുണ്ട് അവരെന്തായാലും ഉള്ളിൽ ട്രാപ്പായി കിടക്കുകയാവും. സർ ലീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. പിന്നെ നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. കണ്ടിട്ട് അവർ പുറത്ത് കിടക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മുകളിലത്തെ ഫ്ലോറിലുള്ള സഫയർ സ്റ്റോണിനെക്കാട്ടിലും 3 ഇരട്ടി ഹാർഡറാണ് ഈ സഫയർ സ്റ്റോണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി കൊണ്ട് പോലും ഇത് ക്രാക്ക് ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ടും എന്താ എനിക്കിതിനെക്കുറിച്ചൊരു അസ്വസ്ഥത തോന്നുന്നത്. പിന്നെ നോക്കുമ്പോൾ ആ സൗണ്ട് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അവസാനം ആ സഫയർ സ്റ്റോണിനണ്ട് പൊട്ടി. അത് കണ്ടിട്ടാണെങ്കിൽ ആ ഗാർഡ്സൊക്കെ ആകെ ഞെട്ടി നിൽക്കുക. ഇതെങ്ങനെ സാധ്യമാവണ്? അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സർ ലീയും വേറെ കുറേ ഗാർഡ്സും പാടെ പെട്ടെന്ന് തന്നെ മാനുവൽ ലൈബ്രറിക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവരും ആ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടത്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഡസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഒരാളിങ്ങനെ നടന്നു വരുന്നതാണ്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വരുന്ന ആളെ കണ്ടേക്ക് സർ ലീ ഒന്ന് ഞെട്ടി. നോക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു 2 പേരിങ്ങനെ വരുന്നുണ്ട്. ഇവരല്ലേ മൊരിമലയൻസിൻ്റെ ഒപ്പം വന്ന ബോഡി ഗാർഡ്സ്? പക്ഷേ അവർ പുറത്ത് വിടുന്ന എനർജി അത് ബോഡി ഗാർഡിൻ്റെതല്ല. ഇതുവരെ ഇവിടെയുള്ള എല്ലാവരും വീക്കായതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഡിസപ്പോയിൻ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും കണ്ടിട്ട് എനിക്ക് വർത്തിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ ഒരു സൈഡിൽ അവർ 2 പേരും ഉണ്ട്, മറുവശത്താണെങ്കിൽ സർ ലീയും കുറേ ഗാർഡ്സും നിൽക്കുന്നുണ്ട്. എന്താ ഇത്? അക്കാഡമിയിലെ നുഴഞ്ഞുകയറ്റക്കാരോ? യു ബാസ്റ്റേഡ്സ്, നിങ്ങൾ എന്താടാ മാനുവൽ ലൈബ്രറിയിലെ അണ്ടർഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്? നിനക്കത് അറിയണം എന്നുണ്ടോ? താഴെ പോയി ആ ഡെഡ് ബോഡീസിനൊക്കെ ഒന്ന് നോക്ക്, നിനക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എടാ നിന്നെ! പെട്ടെന്ന് സർ ലീ ആ ഗാർഡിനെ തടഞ്ഞു. സർ ലീ നിൽക്ക്. നീ മാനുവൽ ലൈബ്രറിയിലത്തെ അണ്ടർഗ്രൗണ്ടിലുള്ളതിന് വേണ്ടിയിട്ടാണോ ഇവിടെ വന്ന്? അതെ. നീ മുന്നിൽ പോയിക്കോ, ഞാൻ ഇവരെയൊക്കെ ഡീൽ ചെയ്തിട്ട് പിന്നാലെ വരാം. നിനക്ക് പുറത്തേക്കുള്ള വഴിയൊക്കെ അറിയില്ലേ? യെസ്. ഇവിടുന്ന് പുറത്ത് പോണതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അവർ 2 പേരും പിടിക്ക്. യെസ് സാർ. നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അവരിലൊരുത്തിന് ഭയങ്കര ശക്തമായിട്ട് തന്നെ ഊതാൻ തുടങ്ങി. അതിൻ്റെ ശക്തിയിലാണെങ്കിൽ അവിടെ എല്ലാം തകർന്നു. ഗാർഡ്സിൻ്റെ ചെവിക്കൊക്കെ പരിക്കേറ്റു, അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. യു ബാസ്റ്റേഡ്, കണ്ടിട്ട് ഈ ഡേവിയസ് ട്രിക്സൊക്കെ നിനക്ക് യൂസ്ഡ് ആയ പോലെയാണല്ലോ നീ യൂസ് ചെയ്തുകൊണ്ടിരിക്കണത്. ഓ, കണ്ടിട്ട് നീ ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നീ എനിക്കെതിരെ വരുമ്പോൾ നിൻ്റെ വിധി എപ്പോഴും മരണമായിരിക്കും. നോക്കുമ്പോൾ അയാൾ ആ ഗാർഡിനെ കൊന്നു. പിന്നെ വേറൊരു ഗാർഡ് സ്വോർഡും പിടിച്ച് ചെന്നു അറ്റാക്ക് ചെയ്യാൻ. അതാണെങ്കിൽ അവൻ വെറും 2 വിരലുകൊണ്ട് ആ സ്വോർഡ് പിടിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്തു. ആ ഗാർഡിനെ തട്ടി മാറ്റി. ആ ഗാർഡാണെങ്കിൽ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നിന്നപ്പോഴത്തേനും അവൻ ആ ഗാർഡിൻ്റെ മുന്നേ കണ്ട് വന്നു. എന്നിട്ട് നേരെ നെഞ്ചത്തേക്ക് ഒരൊറ്റ കുത്ത്. ആ കുത്തിലാണെങ്കിൽ ബ്ലഡും ഛർദ്ദിച്ച് ആ ഗാർഡ് അങ്ങനെ മരിച്ചു. ആ ലൈബ്രറിയിലുള്ള വീക്കായിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നീയും. ഇനി അവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ വഴിക്ക് മുന്നിലായിട്ട് നിൽക്കുന്നത്. നീ പൊക്കോ. യെസ് സാർ. നിന്നോട് ആരാടാ പറഞ്ഞ് നിനക്കിവിടുന്ന് പോകാൻ പറ്റുമെന്ന്? സർ ലീ ആണെങ്കിൽ ചാടി വന്ന് അവൻ്റെ ഒപ്പം അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. പക്ഷേ അവൻ്റെ ഒപ്പമുള്ള അറ്റാക്കിൽ സർ ലീ തന്നെയാണ് ബേക്കൊക്കെ തെറിച്ചു പോയത്. അവൻ ഭയങ്കര ഫാസ്റ്റാണ്. അവനിപ്പോൾ ചെയ്ത മൂവ് അതെന്താണ്? ഞാനെന്തായാലും എൻ്റെ ഫോക്കസ് മുഴുവൻ അവനിലേക്ക് തന്നെ ആക്കണം. കണ്ടിട്ട് നീയും അവരെ പോലെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഡിമോണിക്കൾട്ടത്തെ മെമ്പേഴ്സിനെ പറ്റിയും അവരുടെ സ്കില്ലിനെ പറ്റിയൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ശരിക്കും ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. എന്തൊരു നാണക്കേടാ. ശരിക്കും നീ ആരാടാ? മരിക്കാൻ പോകുന്ന നിനക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവനാണെങ്കിൽ പെട്ടെന്ന് സർ ലീനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സർ ലീ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത്രേ ഉള്ളൂ നിൻ്റെ പവർ? അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. അവൻ എന്നെക്കാട്ടിലും ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. ഞാനിങ്ങനെ വെറുതെ ഡിഫെൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നോക്കുമ്പോൾ സർ ലീ ക്രിംസൺ ഫയർ സോർഡ് ആർട്ട് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓ, ഫൈനലി അങ്ങനെ ഒരു റിയൽ ഫൈറ്റ്. സർ ലീ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാക്സിമം പവറിലിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും ആയിരുന്നില്ല. അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ സർ ലീനെ തിരിച്ചടിക്കാൻ തുടങ്ങി. അവൻ ആ ആംഗിളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല.
അത് മാത്രമല്ല, അതൊരു ഫിസ്റ്റ് ടെക്നിക്കും കൂടിയാണ്. പിന്നെ നോക്കുമ്പോൾ അവനവൻ്റെ ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണെങ്കിൽ അറ്റ് എ ടൈം കുറേ കൈ വരുന്ന പോലെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് സർ ലീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം എല്ലാ പവറും കൂട്ടി ഒരൊറ്റ ഇട്ടിട്ട് കൊടുത്തു. അതിൽ സർ ലീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദൂരക്കാണ്ട് തെറിച്ച് പോയി. നീ നീ ആ 6x6 സൈബർ വാരിയേഴ്സിൽ പെട്ട ഒരുത്തനല്ലേ? നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്താ? നീ യൂസ് ചെയ്തത് വേണമെങ്കിൽ ഒരു ഫിസ്റ്റ് ടെക്നിക്ക് ആയിരിക്കാം, പക്ഷേ അതൊരു സേബർ ടെക്നിക്കിന് ക്ലോസറായിട്ടുള്ളൊരു ഫോമായിരുന്നു. നീ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണടാ. നിനക്കറിയോ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ സേബർ ഫിസ്റ്റിൻ്റെ മാസ്റ്റർ ഹ്യോൻസ. എനിക്കത് അറിയണമായിരുന്നു. എനിക്കിത് പെട്ടെന്ന് തന്നെ മറ്റുള്ള കൾട്ട് മെമ്പേഴ്സിനെ അറിയിക്കണം. പക്ഷേ എനിക്കിവിടുന്ന് ഒരടി പോലും മൂവ് ചെയ്യാൻ പറ്റണില്ല. ഇതെന്തായാലും നിൻ്റെ അവസാനമാണ്. നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സാധനം എടുക്കൊണ്ട് വന്നു. ഹ്യോൻസ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തു. അത് കണ്ടപ്പോഴാണെങ്കിൽ അവൻ ശരിക്കൊന്ന് ഞെട്ടി. നോക്കുമ്പോൾ അത് അവൻ്റെ കൂടെ വന്ന ആളുടെ തലയാണ്. എന്താ ഇത്? ഓ, അപ്പോൾ അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് നിന്നെക്കുറിച്ചായിരുന്നല്ലേ? മൈനർ പ്രീസ്റ്റ്. എന്ത്? മൈനർ പ്രീസ്റ്റോ? അവനാണ് ശരിക്കും മൈനർ പ്രീസ്റ്റെങ്കിൽ അവനിപ്പോൾ ഗ്രാൻഡ് ബാങ്ക്വറ്റ് ഹാളിൽ ഉണ്ടാവേണ്ട ആളാണല്ലോ. മറ്റുള്ളവരാരും നമ്മുടെ പ്ലാന് റിവീൽ ചെയ്യാൻ ഒരു സാധ്യതയില്ല. കണ്ടിട്ട് എനിക്ക് വേറെ ചോയ്സ് ഇല്ലയെന്നാണ് തോന്നുന്നു. നിന്നെ കൊന്നിട്ട് വേണം എനിക്കിവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അപ്പോഴത്തേന് യോണ് സ്പീഡിൽ വന്ന് നേരെ അവരുടെ രണ്ടുപേരുടെ ഇടയിലാണ് നിന്നു. വാവ്, അവന് അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ പെട്ടെന്ന് യോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. യോണാണെങ്കിൽ അത് അവൻ്റെ സോഡ് വെച്ചാണ്ട് തടുത്തു. ഇത് ഫ്ലവർ ഗ്രാഫ്റ്റിംഗ് ആർട്ടല്ലേ? ഇപ്പം ഞാനിവിടെ തോറ്റുപോയാൽ സർ ലീ എന്തായാലും മരിക്കും. എൻ്റെ ഷിയർ ഫിസിക്കൽ സ്ട്രെങ്ത്തും കൂടിയും എനിക്കിപ്പോൾ ചാനൽ ചെയ്യണം. നോക്കുമ്പോൾ പെട്ടെന്ന് യോണ് അതിനെ ഡിഫെൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ചെറുതായിട്ട് പോലും ബാക്കിക്ക് പോയില്ല. നേരെ മറിച്ച് അവൻ്റെ റോ ഫിസിക്കൽ സ്ട്രെങ്ത്ത് യൂസ് ചെയ്ത് എന്നെയാണ് ഇപ്പോൾ ബാക്കിക്ക് തള്ളിയത്. അപ്പോഴത്തേന് ഞാനാണെങ്കിൽ യോണിൻ്റെ ബോൺസൊക്കെ റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ശരിയാ, അവനാണെങ്കിൽ അതിനുശേഷം ഒരു മുറിവ് പോലും പറ്റിയില്ല. സർ ലീ, നിങ്ങൾ ഓക്കെ അല്ലേ? യെസ്, എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഇതുകൊണ്ട് പോയിട്ട് നമ്മുടെ പാട്രിയാർക്കിനെയും മറ്റുള്ള എൽഡേഴ്സിനും ഒക്കെ വിളിച്ചുകൊണ്ട് വരൂ. അവരെല്ലാവരും അക്കാഡമിയുടെ എൻട്രൻസിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, അവനെ ഞാൻ നോക്കിക്കോളാം. യെസ് മൈനർ പ്രീസ്റ്റ്. അവനിവിടുന്ന് പോകാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞ്? മൈനർ പ്രീസ്റ്റ്, നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിനക്ക് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. നോക്കുമ്പോൾ ഹ്യോൺസ് ആണെങ്കിൽ സർ ലീയുടെ പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷേ അപ്പോഴത്തേനും യോണ് പിന്നെ അവിടെ ഇടയിൽ കയറി. അതുകൊണ്ട് തന്നെ ഹ്യോൺസ് ഒന്ന് ബാക്കിലേക്ക് മാറി. അപ്പോഴത്തേനും സർ ലീ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. യോണാണെങ്കിൽ ഭയങ്കരമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു. അതേസമയം തന്നെ അവനവൻ്റെ ഫിസ്റ്റ് ടെക്നീക്കൊക്കെ യൂസ് ചെയ്ത് റെഡിയായി നിൽക്കുക. യു ലിറ്റിൽ റാറ്റ്, നിന്നെ ഞാൻ ഇപ്പോൾ നിൻ്റെ ഓപ്പോണൻ്റ് ഇവിടെ ഞാനാടാ. പിന്നെ നോക്കുമ്പോൾ യോണും ഹ്യോൻസിയും ഭയങ്കരമായിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹോൾഡ് ഓൺ, അവനിപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് കാരണം സഫർ ചെയ്ത് നിൽക്കുകയായിരുന്നില്ലേ? പിന്നെ നോക്കുമ്പോൾ യോൺസ് ആണെങ്കിൽ അവൻ്റെ ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് നേരെ യോണിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നു. യോൺസ് ആണെങ്കിൽ അവൻ്റെ ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് യോണിനെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ യോണാണെങ്കിൽ അതിനൊക്കെ ഡോഡ്ജ് ചെയ്ത് മാറുക. എന്താ ഇത്? നീ ഭയങ്കര ഫാസ്റ്റാണല്ലോടാ ലിറ്റിൽ റാറ്റ്. ബെർസെക് സേബർ ഗോഡുമായിട്ട് നിനക്ക് എന്താ റിലേഷൻ? അത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്നാ. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവനെന്തായാലും 6 ബെർസെക് സേബർ വാരിയേഴ്സിൽ പെട്ട ഒരുത്തനാണ്. നിനക്ക് ബെർസെക് സേബർ ഗോഡിനെ കുറിച്ച് അറിയാമെങ്കിൽ ഡിമോണിക് വാരിയർ കൾട്ട് ഞങ്ങളുടെ ശരിക്കും സ്വോൺ എനിമിയാണ്. നോക്കുമ്പോൾ പെട്ടെന്നാണ് ദൂരം നിന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. അതെന്താണെന്നിങ്ങനെ നോക്കുക അവർ. നോക്കുമ്പോൾ അതാണെങ്കിൽ പാട്രിയാർക്കിൻ്റെ ബോഡി ഗാർഡ്സ് വരുന്ന സൗണ്ടായിരുന്നു. കോപ്പ്. കണ്ടിട്ട് എനിക്കിവിടുന്ന് രക്ഷപ്പെടുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് തോന്നുന്നത്. മിണ്ടാതെ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യേണ്ടതാണ് നിനക്ക് നല്ലത്. നിന്നെ ഹോസ്റ്റേജാക്കി വെച്ചിട്ട് വേണം എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ. ഹോസ്റ്റേജോ? അത് ശരിക്കും പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക
എനിക്ക് ടൈമില്ല. ഹ്യോൻസ ആണെങ്കിൽ യോണിൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടി വരികയാണ്. ഇത് ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കത്തെ സെക്കൻഡ് കോഡിഫൈഡ് ഫോമാണല്ലോ. ഫിസ്റ്റ് ടെക്നിക്ക് ഇത് പെർഫെക്റ്റായിട്ട് തന്നെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പവർഫുള്ളാണ്. എനിക്കിത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുമ്പോൾ യോണാണെങ്കിൽ 24 ഡീമൻസ് കൊടുത്ത് 4th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്യാൻ തുടങ്ങി. അവൻ ഭയങ്കര സ്ട്രോങ് ആണ്. 24 ഡീമൻസോട് യൂസ് ചെയ്തിട്ട് പോലും ഞാനിവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അവൻ്റെ വീക്ക് സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അവൻ എൻ്റെ വീക്ക് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ്റെ ഫോം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ അവൻ്റെ ഒരു അറ്റാക്ക് അത് ഭയങ്കരമായിട്ട് യോണിന് കൊണ്ടു. നാശം. അവൻ ഈ ഫോം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് ക്യാച്ച് ചെയ്യാനേ പറ്റുന്നില്ല. നീ എന്താടാ വിചാരിച്ചേ? നിൻ്റെ ആ സ്വാഡ് വെച്ച് എന്നെ അങ്ങ് തീർക്കാന്നോ? രണ്ടുപേരും ഇവിടെ നേർക്ക് നേർ വന്ന് ഭയങ്കരമായിട്ടാണ് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കിലാണെങ്കിൽ യോണിൻ്റെ സ്വാഡിനെ ഇങ്ങനെ സ്ക്രാച്ച് വരാൻ തുടങ്ങി. നീ വേണമെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ഇവിടെ ഞാനാണ് മികച്ചത്. അതും പറഞ്ഞ് ഹ്യോൻസ അവൻ്റെ ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് യോണിനെ ഭയങ്കരമായിട്ടുണ്ട് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കിലാണെങ്കിൽ യോണിൻ്റെ സ്വാഡ് വരെ ആകെ പൊട്ടി പീസായി പോയി. പിന്നെയും വീണില്ല, അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. യോണിൻ്റെ വായന്നൊക്കെ ആകെ ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. അവൻ്റെ മുഖത്താണെങ്കിൽ ആ സ്വാഡിൻ്റെ പീസൊക്കെ ഇങ്ങനെ കുത്തി തറച്ച് നിൽക്കുകയാണ്. പിന്നത്തെ അറ്റാക്കിൽ നോക്കുമ്പോൾ യോൺ അവിടെ നിന്ന് തെറിച്ച് പോയി. ഓ, അപ്പോൾ നീ ഇപ്പോഴും ഒരു ഫൈറ്റിൽ അത് കീഴടങ്ങില്ല അല്ലേ? നിൻ്റെ ഈ പെർഫോമൻസിന് ഞാൻ നിന്നെ ഇപ്പം തന്നെ അഭിനന്ദിക്കണമെന്നാണ് തോന്നുന്നു. എന്തൊക്കെയായാലും നിൻ്റെ ആ സില്ലി സ്വാഡ് ഡീമൺ ടെക്നിക്കൊന്നും എൻ്റെ മേലിൽ വർക്കാവില്ല. ഓ, അപ്പോൾ അവന് 24 ഡീമൺ സ്വാഡിനെ കുറിച്ച് ഓൾറെഡി അറിയാം. കണ്ടിട്ട് ഈ ബാറ്റിൽ തീർന്നു എന്നാണ് തോന്നുന്നു. ഡിമോണിക് വാരിയർ കൾട്ടുകാർക്ക് ഒരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ റെസിസ്റ്റ് ചെയ്തൊക്കെ മതി. ഇനി എൻ്റെ കൂടെ വാ. യോണാണെങ്കിൽ അവൻ്റെ പൊട്ടിയ സോഡൊക്കെ അവിടെ നിലത്തിട്ടു. ഞങ്ങളുടെ കൾട്ടിന് നിന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ലാന്നോ? നീ ഇനിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? വെയിറ്റ്. നോക്കുമ്പോൾ അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കണത്. യോണിൻ്റെ മുഖത്തുണ്ടായിരുന്ന മുറികളൊക്കെ മെല്ലെ മെല്ലെ റീജനറേറ്റ് ആവാൻ അങ്ങനെ തുടങ്ങി. ഏയ്, ഇതൊരിക്കലും നടക്കില്ല. അവൻ്റെ മുറികളൊക്കെ എങ്ങനെ ഹീലാവുന്നത്? ഇവൻ ശരിക്കും ഡേഞ്ചറാണ്. അവൻ കംപ്ലീറ്റ്ലി റിക്കവർ ആവുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് തന്നെ അവനെ കൊല്ലണം. യോൺസ് ആണെങ്കിൽ നീ ചാവടാന്നും പറഞ്ഞ് നേരെ യോണിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പക്ഷേ അപ്പോഴത്തേനാണ് യോൺ അവൻ്റെ ആ ബ്ലാക്ക് സ്വാഡ് സമ്മൺ ചെയ്തത്. അത് കണ്ടപ്പോൾ യോൺസ് ഒന്ന് ഞെട്ടി. അതെന്ത് സ്വാഡാണ്? നോക്കുമ്പോൾ യോണാണെങ്കിൽ ആ സ്വാഡും പിടിച്ച് ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ട് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നീ എന്താടാ അങ്ങനത്തെ ഒരു ടെക്നിക്കും യൂസ് ചെയ്ത് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചോ? യോൺസ് ആണെങ്കിൽ അവൻ്റെ ആ ഫിസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് നേരെ യോണിൻ്റെ അടുത്ത് കണ്ടെത്തി. ഇതെന്ത് പവറാണ്? ആ പവർ കണ്ടപ്പോൾ തന്നെ അവന് പേടിയായി. അത്രത്തോളം ഉണ്ടായിരുന്നു ആ പവറിൻ്റെ സ്ട്രെങ്ത്ത്. പിന്നെ ഒന്നും നോക്കിയില്ല, യോണ് നേരെ ആ സോഡ് കൊണ്ട് അവനായിട്ട് വെട്ടിയാണ്ട് വീഴ്ത്തി. ഇല്ല, ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. നോക്കുമ്പോൾ അവൻ്റെ ബോഡിയിൽ വലിയൊരു ഹോൾ ഉണ്ടായിരിക്കണു. ആ സ്വാഡ് ടെക്നിക്ക്. അതും പറഞ്ഞ് യോൺസ് അവിടെ വീണു. ഞങ്ങളുടെ കൾട്ടിനെ ഇൻസൾട്ട് ചെയ്തതിന് നിനക്കുള്ള ശിക്ഷ ഇതാണ്. അപ്പോൾ യോൺസ് എന്തായാലും മരിച്ചു ഗായ്സ്. അപ്പോൾ തൽക്കാലത്തിന് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ.